നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ടും ഏറ്റെടുക്കുന്ന ചുമതലകളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ അവസരമുണ്ടാകുമെങ്കിൽ പോലും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ ഒരു ദീർഘവീക്ഷണം 1-2 മണിക്കൂർ ജോലി ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ ഒരു പാത ഒരുപക്ഷെ ഈ ഓഗസ്റ്റ് മാസത്തിൽ മാത്രമല്ല ഒരു വർഷത്തേക്ക് വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ ജോലിക്കനുസരിച്ച് കുടുംബജീവിതത്തെ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചിലർക്ക് ജോലി സ്ഥലത്തേക്ക് കുടുംബാംഗങ്ങളെ മാതാപിതാക്കളെ ഏൽപ്പിച്ചുകൊണ്ട് ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകേണ്ടതായ സാഹചര്യങ്ങൾ, മറ്റു ചിലർക്ക് ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് വീട് വാടകയ്ക്ക് താമസിക്കുക, ഇങ്ങനെ പല വിധത്തിലുള്ള സാഹചര്യങ്ങളും ഈ ഓഗസ്റ്റ് മാസത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. അന്യനാട്ടിൽ, വികസിത രാഷ്ട്രത്തിൽ, വിദേശത്ത് സഹപ്രവർത്തകരെയും ആ പ്രാദേശികമായിട്ടുള്ള വിദേശത്തുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണം ആഘോഷം വിപുലമാക്കി തീർക്കുവാൻ തക്കവണ്ണം ക്രമീകരണങ്ങളെല്ലാം തയ്യാറാകുവാനിടയുണ്ട്. വിദഗ്ധമായിട്ടുള്ള ചികിത്സകളാൽ രോഗശമനം വന്ന തൊഴിൽ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിപണന സാധ്യത ഉള്ള തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുവാനും അധപ്പതിച്ചു കിടക്കുന്ന പ്രസ്ഥാനം പുനരുദ്ധീകരിക്കുവാൻ തക്കവണ്ണം അഹോരാത്രം പ്രവർത്തിക്കുവാനും അതിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനും ഇടയുണ്ട്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളെ അതിജീവിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകുന്നത് പരിചയമില്ലാത്ത മേഖലയാണെങ്കിൽ പോലും അതിനെപ്പറ്റി പഠിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സംഭവ ബഹുലമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ഒരു പക്ഷെ പല കാര്യങ്ങൾക്കും സമയക്കുറവ് കണ്ടെത്തുവാൻ സാധ്യതയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചും സുതാര്യത കുറവിനായാലും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരും. വിദേശത്ത് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ ഫലം വന്നു ചേരുവാനിടയുണ്ട്. ധനാഢ്യൻ എന്ന് തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുമെങ്കിലും ഒരുപക്ഷെ ഈ മാസത്തിന്റെ ഒടുവിൽ സാമ്പത്തിക ആവശ്യത്തിന് കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റെടുക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സന്ദർഭങ്ങൾക്കനുസരിച്ച് വളരെ മിതത്വമുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് മേലധികാരികളാണെങ്കിലും അനുഭവജ്ഞാനമുള്ളവരാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് തൊഴിൽ മേഖലകളൊക്കെ ധ്രുവീകരണത്തിന് തയ്യാറാകുന്നത് നിലനിൽപ്പിന് അനുകൂലമായി തീരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തയ്യാറാകും. ഒരുപക്ഷെ വികസിത രാജ്യത്തിലോ വിദേശത്തോ താമസിക്കുന്ന പുത്രപൗത്രാദികൾ വന്നു ചേരുവാൻ സാധ്യത പോലും കാണുന്നു. സുഹൃത്ത് ബന്ധത്തിന് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയും ഇതിന്റെ വെളിച്ചത്തിൽ ഈ ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്തിക്കൊണ്ട് സ്വല്പം ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അദൃശ്യമായിട്ട് ഈശ്വര സാന്നിധ്യത്തിൽ ആശ്ചര്യം അനുഭവപ്പെടും. നീതിയുക്തമായിട്ടുള്ള സമീപനം സർവ്വ ആദരങ്ങൾക്കും വഴിയൊരുക്കും. പരീക്ഷ, ഇന്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം വിജയിക്കും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാനുള്ള അവസരം വന്നു ചേരുവാനിടയുണ്ട്. പ്രതിസന്ധികളെ തളരാതെ പ്രവർത്തിക്കാനുള്ള ആർജവം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന കരാർ ജോലികൾ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മറ്റു ചിലർക്ക് സുഹൃത്ത് ഏറ്റെടുക്കുന്ന കരാർ ജോലികളുടെ ഉപവിഭാഗമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കാനും പ്രയത്നിക്കാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും.
ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് പങ്കെടുക്കുവാൻ അവസരം വന്നു ചേരും. വ്യവസായം നവീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും നവീകരിക്കുന്നതിന് മുതൽ മുടക്കുന്ന പണത്തിന് പകരം ഈ ഉൽപ്പന്നങ്ങൾ മറ്റൊരു സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിക്കുവാനും അതൊരു പരീക്ഷണം എന്ന നിലയിൽ അതിനെ വിഹകവീക്ഷണത്തോടുകൂടി ചെയ്യുവാനും ഇങ്ങനെ ഒരു പാത തുടരുവാനും തീരുമാനിക്കുവാനും ഇടയുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുവാനും ആധുനിക കൃഷി രീതികൾ അവലംബിക്കുവാനും സാധ്യത കാണുന്നു. മക്കളുടെ സംരക്ഷണം, മനസ്സമാധാനത്തിന് വഴിയൊരുക്കം, വിദഗ്ധമായുള്ള ചികിത്സകളാലും ചെറിയ തോതിൽ ശസ്ത്രക്രിയ ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിലും രോഗശമനം വന്നു ചേരുവാനിടയുണ്ട്. സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും ഈ ഒരു പാത തുടരുവാൻ, അതായത് വിദേശത്തെ തത്തുല്യമായിട്ടുള്ള ചിന്താഗതിയോടുകൂടിയതായിട്ടുള്ള വ്യക്തിത്വങ്ങളുള്ളതുകൊണ്ട് ഈ ഒരു പാത തുടരുവാനും തീരുമാനം കൈക്കൊള്ളുവാനും അതിനുവേണ്ടി വായ്പയ്ക്ക് അപേക്ഷകൾ നൽകുവാനും ഇടയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും. ജാമ്യം നൽകുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അബദ്ധമായി തീരുവാനിടയുണ്ട്. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും ജോലിയിലുള്ളവർക്ക് പഠിക്കാനുമുള്ള അവസരം വന്നു ചേരുവാനിടയുണ്ട്. വികസിത രാജ്യത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുമെങ്കിലും ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളെ കൊണ്ട് അടുത്ത മാസത്തേക്ക് അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിയുക്ത പദവി നഷ്ടപ്പെടുമോ എന്ന സാധ്യതയുള്ളതുകൊണ്ട് മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. വേറെ ചിലർക്ക് നിലവിലുള്ള രാജ്യത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങളെ വിലയിരുത്തി മറ്റു വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും ആദ്യം ജീവിത പങ്കാളി അവിടെ പോയിട്ട് പിന്നീട് പോവാൻ അതിന് തക്കവണ്ണം അപേക്ഷകൾ നൽകുവാനും അവസരമുണ്ടാകുവാൻ അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ചിലർ തൊഴിൽ ക്രമീകരിക്കും. മറ്റു ചിലർ ജോലിയോടനുബന്ധമായിട്ടുള്ള സ്ഥലത്ത് അതിനനുസൃതമായിട്ടുള്ള ഒരു ഗൃഹം വാടകയ്ക്ക് എടുക്കുവാനോ വാങ്ങിക്കുവാനോ തീരുമാനിക്കുവാനും ഇടയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് വികസിത രാഷ്ട്രത്തിലെ അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വല്പം പണച്ചെലവ് കൂടുതലുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു അവസരത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നേട്ടങ്ങളും പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇനി ഇതേ പാത തുടർന്നാൽ അതിനനുസരിച്ചുള്ള ഒരു നേട്ടം അഥവാ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അനുഭവങ്ങൾ ഉണ്ടാവും എന്ന ധാരണയില്ലാത്തത് കൊണ്ട് ഒരു ധ്രുവീകരണത്തിന് വേണ്ടി തയ്യാറാകുന്നത് ഗുണകരമായി തീരും. അതിന് തക്കവണ്ണം തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. അന്തിമ നിമിഷത്തിൽ അവധി ലഭിക്കുന്നത് വഴി ഓണാഘോഷത്തിനായിട്ട് ജന്മനാട്ടിൽ എത്തിച്ചേരുവാനിടയുണ്ട്. ഓണാഘോഷത്തിനോട് ബന്ധപ്പെട്ട് പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് സുഹൃത്തിന്റെ നിർബന്ധപ്രകാരം യാത്രയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. സ്ഥാപനത്തിൽ ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആത്മാർത്ഥമായിട്ടും ദീർഘവീക്ഷണത്തോടുകൂടിയും ഭാവിയിലേക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. വിദേശ ഉദ്യോഗം ഉപേക്ഷിച്ച് ജന്മനാട്ടിൽ വന്ന് സ്വന്തമായിട്ടുള്ള വ്യാപാരം തുടങ്ങാം എന്ന ധാരണയോടുകൂടി അന്വേഷണം ആരംഭിക്കും. വിദഗ്ധമായിട്ടുള്ള അന്വേഷണത്താൽ ജന്മനാട്ടിൽ എന്ത് ബിസിനസ് തുടങ്ങിയാലായിരിക്കും വിജയിക്കുക എന്ന വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട്
തൽക്കാലത്തേക്ക് ജോലി രാജിവെക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള ക്ഷീണാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി സമാധാന അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. പലപ്പോഴും സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചും അനുഭവജ്ഞാനത്തിന്റെ വെളിച്ചത്തിലും അഹംഭാവം ഒഴിവാക്കി വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയും എല്ലാത്തിലും ഒരു മിതത്വവും എല്ലാത്തിലും ഒരു ഈശ്വരാംശം കണ്ടുകൊണ്ടും പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവസരം വ്യക്തിപരമായിട്ടും സമൂഹത്തിനും പ്രസ്ഥാനത്തിനും നേട്ടം ഉണ്ടാക്കി തീർക്കുവാൻ സാധിക്കുന്നതുമാണ്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. യാഥാർത്ഥ്യത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടയുണ്ട്. പുതിയ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. സംഭവ ബഹുലമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനായിട്ട് പലപ്പോഴും സമചിത്തതയോടുകൂടിയിട്ടുള്ള സമീപനവും ദീർഘവീക്ഷണവും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങളും ഇതിനെല്ലാം ഉപരിയായിട്ട് ഗുരുകാരണവന്മാരുടെ അനുഗ്രഹവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. പരീക്ഷാ ചർച്ചകൾ, സന്ധി സംഭാഷണം, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം വിജയം കൈവരിക്കും. മറ്റു ചിലർക്ക് കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പരിശീലനം വളരെ സജീവമാക്കുവാനും വിദ്യാരംഭ ചടങ്ങിനോടനുബന്ധമായിട്ട് അതൊരു അവതരണം, പുതിയതായിട്ടുള്ള അവതരണത്തിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് ഒരുപക്ഷെ ഈ ഒരു മാസം കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളും ശനി, ഞായർ എന്നീ ദിവസങ്ങളിലെല്ലാം ഒരു വിഹകവീക്ഷണത്തോടുകൂടി അതൊക്കെ രേഖാപരമായിട്ട് സമർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും തീർത്തും അവിചാരിതമായിട്ട് വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യാപാര, വിപണന, വിതരണ മേഖലകളിൽ ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ അന്വേഷണങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. യുക്തമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം വന്നു ചേരുവാനിടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന പലർക്കും അന്തിമ നിമിഷത്തിൽ അവധി ലഭിക്കുന്നത് വഴി ഓണാഘോഷത്തിന് ജന്മനാട്ടിൽ എത്തിച്ചേരുവാൻ അവസരം വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ തന്നെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ച് ഓഗസ്റ്റ് ഒടുവിൽ തന്നെ അതിന് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. അമ്മയുടെ അസുഖം കണക്കിലെടുത്തുകൊണ്ട് ഇനി മുതൽ അമ്മയെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തീരുമാനിക്കും. ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ള കഴിവ് സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. പാരമ്പര്യ പ്രവർത്തികളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ദിനചര്യ ക്രമങ്ങളോടുകൂടിയതായിട്ടുള്ള ജീവിതശൈലി അനുവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ പലർക്കും മാതൃകാപരമായി തീരും. പല വിധത്തിലുള്ള അസുഖങ്ങളുടെ കാരണങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ യോഗ, പ്രാണായാമം എന്നിവ ശീലിക്കുവാനും അതിന്റെ ഒരു പാഠ്യപദ്ധതിക്ക് ചേരുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. സങ്കല്പങ്ങൾക്കനുസരിച്ച് ഉയരുവാനുള്ള സാഹചര്യം ഉണ്ടാകും. കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങുവാനുള്ള സാധ്യത കാണുന്നു. വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. ആത്മവിശ്വാസം നല്ലതാണെങ്കിൽ പോലും ഭാവിയിലേക്ക് സുരക്ഷിതത്വമുള്ളതും പ്രായോഗിക വശമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വരവും ചെലവും തുല്യമായിരിക്കുവാനാണ് ഈ മാസം യോഗമുള്ളത്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഓഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങളാണ് പറഞ്ഞത്.